മേട്ടുക്കടയിൽ നിന്ന് തമ്പാനൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ് വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അല്പസമയത്തിന് മുമ്പാണ് ഈ ബിൽഡിംഗ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പെട്ടെന്ന് പൊടുന്നനെ ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. കാലപ്പഴക്കം കുറെയുള്ള ബിൽഡിംഗ് തന്നെയാണ്. കാലാകാലങ്ങളായി ഇത്തരത്തിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ ഇതിന്റെ ഉടമ അതിന് തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്തായിട്ടുള്ള ഈ ബിൽഡിംഗിൽ ആളുകൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഏകദേശം 5ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് സൗണ്ട് കേട്ടതിനെ തുടർന്നാണ് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തത്. തലനാരിലേക്കാണ് ഈ ജീവനക്കാരെല്ലാം തന്നെ രക്ഷപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് വലിയൊരു സംഭവം. അത് തലനാരിലേക്ക് ജീവനക്കാർ ഈ ബിൽഡിംഗിലാണ് അവർ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ഏകദേശം 5ഓളം ആളുകൾ ഈ ഒരു ബിൽഡിംഗിന് അകത്ത് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് മുകളിൽ നിന്ന് സൗണ്ട് കേട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുകയായിരുന്നു. തുടർന്ന് വലിയ ശബ്ദത്തോടു കൂടി ഈ ബിൽഡിംഗ് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ കുറച്ചു ദിവസം കൊണ്ട് ഇത് മഴ നനഞ്ഞപ്പം ഇടിഞ്ഞാറായി നിൽക്കുകയാണ്. അപ്പൊ ഇതിന് ഈ ബിൽഡിംഗ് ഇങ്ങനെ ഇവിടെ പൊട്ടി വീണപ്പോഴേ ഇവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓണറെ. അപ്പൊ അയാളത് ഒരുമാതിരി കാര്യമാക്കാതെ കളിക്ക് എടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് വീഴുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെയാണ് അയാളുടെ സംസാരങ്ങൾ. ഇവിടെ ഇപ്പോഴത്തെ ഗോപിനാഥൻസ് ലാബ് അവിടെ ഒരുപാട് പേര് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളും ഗർഭിണികളൊക്കെ ഒരുപാട് പേര് വരെയാണ്. അപ്പോൾ അവരുടെ ഈ അപകടം ബിൽഡിംഗ് അപകടമാണെന്ന് അറിഞ്ഞു പോകുന്നതുകൊണ്ട് ഇവർ വിളിച്ച് പറഞ്ഞു. ഇവിടെ അവൾ വിളിച്ച് പറഞ്ഞിട്ട് അയാൾ അതിനെ കളിയാക്കി അയാളെ വിളിച്ച് ആ സെക്യൂരിറ്റിക്കാരനെ വിളിച്ച് ഒരുമാതിരി വിളിച്ച് പറയുമ്പോഴൊക്കെ അവർ കളിയാക്കിയുള്ള രീതിയിലാണ് അയാൾ അവിടെ ബിൽഡിംഗ് ഇടിച്ചു വീഴണമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവിടെ നിന്ന് അല്പം മാറിയിരുന്നാൽ മതി എന്നാണ് ഈ ബിൽഡിംഗിന് ഓണർ പറഞ്ഞത്. ഈ സമയത്ത് ചേട്ടനകത്തുണ്ടായിരുന്നു? ഇതിനകത്തുണ്ടായിരുന്നു. ഇവിടെ ഈ ബിൽഡിംഗ് ഇങ്ങനെ ഒരു അപകട നിലയിൽ നിൽക്കണമെന്ന് നമുക്കറിയാം. മഴ പെയ്യണ സമയത്തൊക്കെ ആൾക്കാർ അതിന്റെ രീതിയിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ ചെറുതായിട്ട് സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. പക്ഷെ ഒരാൾ മുകളിലുണ്ടായിരുന്നു. പക്ഷെ അപകടത്തിന് അയാൾ തലധാരയിലേക്ക് രക്ഷപ്പെട്ടു. പുള്ളി ഊണ് കഴിക്കാൻ വേണ്ടി മുകളിൽ കയറിയതാണ്. അയാളിപ്പം രക്ഷപ്പെട്ടെങ്കിൽ പോയി. ഇത് നേരത്തെയും ഇതുപോലത്തെ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇതാണ് ഇല്ല, ഇവിടെ ഈ ബിൽഡിംഗ് മൊത്തത്തിൽ അപകട നില തന്നെയായിരുന്നു. ഇത് അപ്പുറത്ത് അവിടെ താമസമില്ല. അതായത് ഇപ്പം ഇത് അടച്ചിട്ടിട്ട് തന്നെ ഏകദേശം ഒരു 7 വർഷമാവും. അന്ന് മുതൽ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ഉപയോഗമില്ലാതെ കിടക്കണോണ്ട് ആൾക്കാർ ഇതൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. നിങ്ങൾ ആ സമയത്ത് കറക്റ്റ് സമയത്ത് ഇറങ്ങി പുറത്തേക്ക് ഓടിയതുകൊണ്ട് അതിന് മുമ്പ് ഇവിടുത്തെ എല്ലാവരും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഇതിനകത്ത് കിടന്നതാണ്. ഞങ്ങൾ രണ്ടുപേരാണ് പുറത്തു വന്നത്. പുറത്തു വന്നപ്പോൾ ഒരു സൗണ്ട് കേട്ട് പിന്നെ അകത്തുനിന്ന് ഇന്നവരെ വിളിച്ച് വെളിയിലിറക്കിയാണ്. അല്ലെങ്കിൽ അവരതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു, പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അതിന്റെ പേരിലാണ് അവർ രക്ഷപ്പെട്ടത്. ഈ പരാതി നേരത്തെ ഈ കാര്യമൊക്കെ അറിയിച്ചിരുന്നായിരുന്നു? അതെ, ഫോണിലൂടെ അവിടുത്തെ സെക്യൂരിറ്റി 2-3 തവണ വിളിച്ച പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞെന്തെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. തീർച്ചയായും ഇവർ പറയുന്ന പോലെ തന്നെ സമീപത്ത് ആശുപത്രി ഉണ്ട്, ഒപ്പം തന്നെ ഇപ്പുറത്ത് ലാബ് ഉണ്ട്. ആ ലാബിലേക്കൊക്കെ തന്നെ ഗർഭിണികളായിട്ടുള്ള യുവതികളൊക്കെ ഇവിടേക്ക് മറ്റു ടെസ്റ്റുകൾക്കും മറ്റുമൊക്കെയായി വരാറുള്ളതാണ്. ഈ ഒരു വേളയിലാണ് ഇത് നിരന്തരം ഇതിന്റെ ഉടമയെ വിളിച്ചറിയിച്ചതാണ്. വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് തുടരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം, ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം പലതവണ അവർ ഉന്നയിച്ചുവെങ്കിൽ പോലും തന്നെ അതെല്ലാം തന്നെ ഒരു പരിഹാസ രൂപേണ തള്ളിക്കളയുകയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് ഈ ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വലിയൊരു സംഭവം. തലനാരിലേക്ക് 5ഓളം പേർ വലിയ അപകടാവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തലനാരിലേക്ക് ഈ 5 പേരും അവിടെ നിന്ന് ഈ ശബ്ദം കേട്ടതിനെ തുടർന്ന് പുറത്തേക്ക് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് തമ്പാനൂർ മേഖല കേന്ദ്രീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സമീപ പ്രദേശത്തൊക്കെ തന്നെ ഈ ആശുപത്രികളും ഒപ്പം തന്നെ നിരവധി ആളുകൾ വന്നു പോകുന്ന ഇടം കൂടിയാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു 2 നില കെട്ടിടം പൊടുന്നനെ നിലപൊത്തി വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. എന്തായാലും പോലീസ് എത്തി ഇതിന്റെ പരിശോധനകൾ നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതും ഇതിന്റെ കാലതാമസം സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിലുള്ള കാലപഴക്കം ഉണ്ടാവുകയും ഇതിനെ സംബന്ധിച്ച് കോർപ്പറേഷൻ അധികൃതരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരാതി സ്വീകരിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ വിപിൻ മുരളിക്കൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം.